സ്വകാര്യ വനങ്ങൾ സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കിയപ്പോൾ പിന്നീട് സർക്കാർ ഏറ്റെടുത്തത് ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്ത ഭൂമിയാണിത്. പിന്നീട് വനം വകുപ്പ് ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ട്രൈബ്യൂണൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഈ പാലക്കാട് ജില്ലയിൽ വിവിധ ജന്മികളും മറ്റും ഉണ്ടായിരുന്നു. ഇവരിൽ നിന്ന് ഈ സർക്കാർ, അതായത് റവന്യൂ വകുപ്പ് പിടിച്ചെടുത്ത ഭൂമിയാണിത്. പിന്നീട് സ്വാഭാവികമായും ഇത് മിച്ചഭൂമി എന്ന നിലയ്ക്ക് ഭൂരഹിതരായ ആളുകൾക്ക് വിതരണം ചെയ്തു. ഈ പല സ്ഥലത്തും അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷം വീട് കോളനി സംവിധാനത്തിലെല്ലാം തന്നെ ഉണ്ട്. അതുകൂടാതെ ഈ 4 സെന്റ് 6 സെന്റ് തുടങ്ങിയവ എല്ലാമായി വിതരണം ചെയ്തിരുന്നു. അവിടെ പല സ്ഥലത്തും സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ അടക്കം പലതും നടപ്പിലാക്കി. പിന്നീടാണിത് 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം തങ്ങൾ ഏറ്റെടുത്ത ഭൂമിയാണ് ഇത് എന്ന് വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നു. അതായത് ഒരേ ഭൂമി റവന്യൂ വകുപ്പും വനം വകുപ്പും ഏറ്റെടുത്തു എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഈ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അത് മിച്ചഭൂമിയായി വിതരണം ചെയ്ത് അവിടെ നിരവധി ആളുകൾ വർഷങ്ങളായി താമസിക്കുന്നതാണ്. എന്നാൽ വനം വകുപ്പ് തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. വനം വകുപ്പ് ഈ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതോടുകൂടി ഈ ആളുകൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. പിന്നീട് ഈ ഫോറസ്റ്റ് ട്രൈബ്യൂണലിലേക്ക് പോകുക എന്നതാണ് ഇവരുടെ മുൻപിലുള്ള ഒരു കാര്യം. ഈ ഫോറസ്റ്റ് ട്രൈബ്യൂണലിലേക്ക് പോകുമ്പോൾ അവിടെ 1971 മുൻപ് 71 10-ാം മാസം 5-ാം തീയതി വരെ ഇവ അവിടെ കൃഷി ചെയ്തിരുന്നു എന്ന് തെളിയിക്കണം. അന്ന് 1971 എങ്ങനെ കൃഷി ചെയ്തിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, അങ്ങനെ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാതിരുന്നാൽ ആ ഭൂമി വനം വകുപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് നടക്കുന്നത്. വനം ട്രൈബ്യൂണലാണ്. സ്വാഭാവികമായും വന നിയമങ്ങൾ അനുസരിച്ചാണ് ആ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ നേരത്തെ നമ്മളുടെ ഈ സ്റ്റോറിയിലെ ബൈറ്റിൽ സംസാരിച്ച വ്യക്തികളുടെ ഭൂമി ഈ ട്രൈബ്യൂണൽ പോയി അവർ ഇപ്പോഴും നിയമപോരാട്ടം, പിന്നീട് ഹൈക്കോടതിയിൽ പോവുക, പിന്നീട് സുപ്രീം കോടതിയിൽ പോവുക തുടങ്ങിയവയൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ സർക്കാരിന് ചെയ്യാനുള്ളത്, ഇത് 1971 നിയമം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സ്വകാര്യ വനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ ഒന്നില്ലെങ്കിൽ സർക്കാർ ഈ ഒരു ഭേദഗതി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ മിച്ചഭൂമി അടക്കമുള്ള സംവിധാനങ്ങൾ, മിച്ചഭൂമിയുടേത് മാത്രമാണ് ഇന്ന് നമ്മൾ വാർത്തയായി നൽകിയിരിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്താണെന്ന് റവന്യൂ വകുപ്പും, അതല്ല സ്വകാര്യ വനഭൂമി ഏറ്റെടുക്കുന്ന നിയമപ്രകാരം 71 നിയമപ്രകാരം ഏറ്റെടുത്താണ് വനം വകുപ്പും തർക്കിക്കുന്നു. ഇതിലൊരു രേഖ ഉണ്ടാവുമല്ലോ. ഈ രേഖയാണോ ട്രൈബ്യൂണലിൽ ഹാജരാക്കുക? ഇതിൽ സർക്കാരല്ലേ പ്രധാനപ്പെട്ട കീ റോളുള്ളത്? തീർച്ചയായും ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 വകുപ്പുകൾ തമ്മിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിന്റെ അന്ന് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുത്ത ചില രേഖകൾ അവരുടെ കൈവശവും, വനം വകുപ്പിന്റെ ഈ രേഖകൾ പ്രകാരം ഈ ഭൂമി ഏറ്റെടുത്തു എന്ന് വനം വകുപ്പും പറയുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഈ പലയിടത്തും ജന്മിമാർ 2 വകുപ്പിനെയും പറ്റിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂമി നിർബന്ധമായും വിട്ടു നൽകേണ്ട സമയത്ത് അത് വിട്ടു നൽകുകയും പിന്നീട് ഇത് ഈ വനമായി നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഈ വിവരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടില്ല. ചില സ്ഥലത്താണെങ്കിൽ ഈ ആദ്യം ഈ വന വകുപ്പ് ഏറ്റെടുത്തു, പിന്നീട് അത് മിച്ചഭൂമിയായി നൽകണമെന്ന് പറയുമ്പോൾ മിച്ചഭൂമിയായി നൽകുകയും ചെയ്തു. അത്തരം ഈ 2 വകുപ്പിനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിന്റെ പ്രശ്നമാണ് പലയിടത്തും ഉള്ളത്. അതായത് 2 വകുപ്പും അവരുടേതാണ് എന്ന ചില രേഖകളും മറ്റുമുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വനഭൂമിയാണ് എന്ന ഒരു ക്ലെയിം ഉന്നയിക്കുന്നതോടുകൂടി തന്നെ പിന്നീട് അവർ ഇതിൽ ആ മിച്ചഭൂമിയായി ഏറ്റെടുത്തതാണ് എന്നൊന്നും കോടതിയിൽ പറയുന്നില്ല. അതെല്ലാം തന്നെ തെളിയിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഈ ഓരോ വ്യക്തികൾക്കുമാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കീർണതയായി നിൽക്കുന്നത്. ശരി.